ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് മുന്നേ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ ഫോണിൽ ഈ വീഡിയോ കണ്ടത്. അങ്ങനെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് എന്തായാലും നമുക്ക് ഇത് പോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ രാവിലെ എണീറ്റ് ഞാനിന്ന് ആ മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6:30 6:45 ഞാൻ എങ്ങനെ ഒരു 6:30 6:45 ആ സമയത്താണ് കേട്ടോ എണീക്കൽ. ഇപ്പം പ്രതിയാടിനും മോളും മാലിയിട്ടുകൊണ്ട് അവർ പൊലിച്ചൊക്കെ എണീക്കുമ്പോൾ പിന്നെ അവരെണീറ്റ് അവരെ കുളിയെല്ലാം കഴിഞ്ഞപ്പാടിനെ ഞാനും എണീക്കും കേട്ടോ. അപ്പോൾ ഇതതിന് മുന്നേ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതെടുക്കുന്ന സമയത്ത് നന്ദു ഇവിടെ ഉണ്ടായിട്ടില്ല. നന്ദു അന്നാണ് പയ്യന്നൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അച്ഛനും മോളും ഇതാ നല്ല ഉറക്കമാണ് കേട്ടോ. രണ്ടാളും നല്ല ഉറക്കമാണ്. സാധാരണ എന്നെക്കാട്ടി മുന്നേ പ്രതിയാടിനാണ് എണീക്കുക. എന്നിട്ട് പ്രതിയാടിനാണ് പോയി വാതിലെല്ലാം തുറന്നു നോക്കുക. അപ്പോൾ അന്നെന്തോ ക്ഷീണം കൊണ്ട് ചില ദിവസങ്ങളിൽ മാത്രം ക്ഷീണം കൊണ്ട് പ്രതിയായിട്ടും ചില സമയം ഉറങ്ങിപ്പോവും. അങ്ങനെ ദിവസം ഞാൻ പിന്നെ വാതിൽ തുറന്നു നോക്കും കേട്ടോ. മിക്കവാറും എല്ലാ ദിവസവും പ്രതിയാട്ടം തന്നെയാണ് എന്നെക്കാട്ടി മുന്നേ എണീക്കൽ. ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ പ്രതിയാട്ടിന് ഉറക്കമുണ്ടാവില്ല. അങ്ങനെ എപ്പോഴത്തെയും പോലെ ഇതാ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നിൽക്കും കേട്ടോ. പിന്നെ ഒരുപാട് സമയം നിൽക്കില്ല. നമുക്ക് രാവിലത്തെ സ്ഥിരം കലാപരിപാടികളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നേരെ ഇത് അടുക്കളയിലേക്ക് പോവാണ്. രാവിലത്തെ ചായയും കടിയെല്ലാം ആക്കണമല്ലോ. അച്ഛനും മോളും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവരെണീക്കുമ്പോഴത്തേക്ക് വേഗം ചായയും കടിയെല്ലാം ആക്കണം. അങ്ങനെ പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ചായക്ക് വെള്ളം വെക്കലാന്ന് കേട്ടോ. കട്ടൻ ചായ അവിടെ ആക്കി വെക്കും. അപ്പോൾ അതിനുള്ള പാത്രമെല്ലാം കഴുകി പിന്നെ വെള്ളമെല്ലാം എടുത്ത് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചായയും പിന്നെ ചൂടുവെള്ളവും ഞാൻ കറണ്ട് അടുപ്പിലാണ് കേട്ടോ ആക്കി വെക്കുക രാവിലെ. ബാക്കിയെല്ലാം ഗ്യാസുമ്മൽ, ചിലപ്പം മാത്രം അടുപ്പ് കത്തിക്കും. പിന്നെ അമ്മമ്മയെല്ലാം ഉണ്ടെങ്കിൽ എപ്പോഴും അടുപ്പ് തന്നെ കത്തിച്ചിട്ട് ചോറും ചൂടുവെള്ളവും പിന്നെ അടുപ്പത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ വേഗം ഞാനിതാ ചായയുടെ കടി, എനിക്ക് ചുമയായതുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കൊരു വെളിച്ചിൽ വരുന്നത്. അങ്ങനെ പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുമെന്ന്. തലേ ദിവസം അരി വെള്ളത്തിലിടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിനെ. അതുകൊണ്ട് പിന്നെ തട്ടിക്കൂട്ട് ചായേൻ്റെ കടിയാണ്. വേഗം ഗോതമ്പ് പൊടി എടുത്തു. അത് കുറച്ചെടുത്തിട്ട് ഇതാ ഉപ്പ് ഇട്ടു വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ തേങ്ങയും പഞ്ചസാരയും വെച്ച ദോശയാണ് കേട്ടോ ചുടുന്നത്. അത് ചൂടോടെ ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിയേട്ടൻ കഴിച്ചോളും. പ്ലെയിൻ ദോശ ആക്കി കൊടുത്താൽ കഴിക്കൂല കേട്ടോ. ഇതുപോലെ തേങ്ങയും പിന്നെ ഇത് പഞ്ചസാരയെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ തിന്നോളും. മക്കൾക്കും എല്ലാം അത് ഭയങ്കര ഇഷ്ടമാണ്. ദോശയ്ക്കുള്ള ഗോതമ്പ് പൊടിയും കലക്കി വെച്ച് ചായക്കുള്ള വെള്ളമെല്ലാം വെച്ചിട്ടാകുമ്പോൾ ഞാൻ വേഗം പോയിട്ട് പിന്നെ മേല് മാത്രം ഒന്ന് കുളിച്ചിട്ടുണ്ടായിനെ. തല കുളിച്ചിട്ടുണ്ടായിട്ടില്ല, പിന്നെ മേല് മാത്രം കുളിച്ചിട്ടുണ്ടായിന്. എന്താ വെച്ചാൽ എനിക്ക് ഇന്ന് ഫുൾ ക്ലീനിങ് പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ തല കുളിച്ചിട്ടില്ല കേട്ടോ. മേല് മാത്രം കുളിച്ചു. എല്ലാ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ കുളിക്കണമല്ലോ. അപ്പോൾ ഇത് ഞാൻ പ്രതിയായിട്ട് നന്ദു മാല ഇടുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പം അവർ മാല ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ വേഗം നമ്മളെ ദോശയിൽ വെക്കാനുള്ള മിക്സ് തയ്യാറാക്കുവാണേ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തു, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. പിന്നെ വേണമെങ്കിൽ ഏലക്കായിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏലക്കായും കൂടെ വെക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതാ വേഗം ചോറിന് വെള്ളം കൂടെ വെക്കുന്നുണ്ട്. എനിക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം തീർത്തിട്ട് വേണം ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡിൽ ദോശ ഇടുമ്പം ഒരു സൈഡിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് രാവിലെ പോകേണ്ട ദിവസങ്ങളിൽ ഇതുപോലെ ഗ്യാസിലാണ് കേട്ടോ ചോറ് വെക്കുക. റേഷനരിയാണ് വെക്കുക. അത് ഗ്യാസിൽ വെള്ളം വെച്ച് വെള്ളം നല്ലോണം ചൂടായതിന് ശേഷം അരി വൃത്തി കഴുകി അതിലിട്ടിട്ട് അരി നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷമില്ലേ അത് അടച്ചിട്ട് അവിടെ തീ ഓഫ് ചെയ്ത് വെക്കും. ഈ ഗ്യാസിൻ്റെ മുകളിൽ തന്നെ അവിടെ അടച്ച് വെക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. കുറുവേരി ആണെങ്കിൽ മാത്രമേ നമ്മളെ ചൂടാറപ്പെട്ടിയില്ലേ അതിൻ്റെ അകത്ത് വാങ്ങി വെക്കൂലൂ. ഇത് റേഷനരി അങ്ങനെ വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വേവും. അങ്ങനെ ഞാനിതാ ദോശ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് പ്രതിയാടിന് എണീറ്റ് വന്നിട്ടുണ്ടേ. അപ്പോൾ എന്നോട് ലേറ്റായി എന്താ വിളിക്കാഞ്ഞെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ക്ഷീണം കൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നല്ലേ, അതുകൊണ്ടാണ് വിളിക്കാഞ്ഞെന്ന് തന്നിട്ടാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും പ്രതിയാട്ടം പല്ലിയേക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം പല്ലിയേച്ച് വരുമ്പോഴത്തേക്ക് വേഗം ചൂടോടെ ചുട്ട് കൊടുത്താൽ അങ്ങനെ കഴിക്കാമല്ലോ വെച്ചിട്ട് വേഗം ഇതാ ദോശ ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ല ചൂട് ദോശയും തന്നിട്ട് ഇതാ പ്രതിയാട്ടം പണിക്ക് വെക്കായി. ഇപ്പോൾ നേരത്തെ പോലുണ്ട് കേട്ടോ. ഇപ്പം അല്ല, ആ സമയത്ത് കുറച്ച് ദൂരെയാണ് പണി ഉണ്ടായിന്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഒരു 7:30 7:40 ആകുമ്പോഴത്തേക്ക് പോലുണ്ടായിന്. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പണിയെങ്കിൽ 8 മണിക്കേ പോകലൂ. അങ്ങനെ അച്ഛൻ്റെ വണ്ടി പോകുന്ന സൗണ്ട് കേട്ടിട്ട് ദേവൂട്ടി ഇത് എണീറ്റിട്ടുണ്ട് കേട്ടോ. ദേവൂട്ടി എണീറ്റ് പിന്നെ കുറച്ച് സമയം ഞാൻ ദേവൂട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചു. നന്ദു ഉണ്ടെങ്കിൽ ഓള് നന്ദുവിൻ്റെ അപ്പുറം ഇങ്ങനെ കിടന്നോളേ കുറച്ച് നേരം. അപ്പം നന്ദു ഇല്ല, നന്ദു പയ്യന്നൂരെ വീട്ടിലാണ് ഉള്ളത്.
അതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം നന്ദുമില്ല, ആരും കളിക്കാനില്ല. അതുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ ജിമ്മിലെല്ലാം പോകുമ്പം ഓളെയും കൂട്ടിയിട്ടല്ലാന്നേ പോലുണ്ടായിന്. അപ്പുറത്തെ അടുത്തമ്മേടെ അടുത്ത് പോയിട്ട് നിൽക്കൂല, അങ്ങനത്തെ കുറച്ച് വാശികളെല്ലാം ഉണ്ടായിനെ. പിന്നെ ദേവൂട്ടിക്ക് കുറച്ച് ദിവസം അടുപ്പിച്ചൊരു ശീലം ഉണ്ടായിന്. എണീറ്റപ്പാട് ഇതാ കോഴിക്ക് തീറ്റ ഗോതമ്പെല്ലാം കൊണ്ട് കൊടുക്കല് കുറച്ച് ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോകില്ല, ദൂരെ നിന്നിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു കോഴി മാത്രമേ ഇല്ല കേട്ടോ ഇപ്പം ബാക്കി. അപ്പോഴത്തേക്ക് അമ്മ ഇതാ അമ്പലത്തിൽ പോയിട്ട് എന്തോ പ്രസാദം, ഈ അവിലും പഴവും അങ്ങനെ പ്രസാദം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചു. ദേവൂട്ടി എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ദേവൂട്ടിനെ പല്ല് തേപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ പല്ല് തേപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രതിയാടിൻ്റെ പിന്നെ കറുത്ത മുണ്ടും തോർത്തും എല്ലാം അലക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ മുന്നേ അലക്കി വെച്ചത് തന്നെയാണ്, എന്നാലും കുറേ നാളിന് ശേഷം എടുത്ത് ഉപയോഗിക്കുന്നില്ലേ, അതുകൊണ്ടെല്ലാം ഞാൻ അലക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ രാവിലെ അലക്കിയാടെ ആറിയിട്ടു. അതിന് ശേഷം ഞാനിതെല്ലാം ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം എടുത്തിട്ട് അതും ഞാനിത് അലക്കി ആറിയിടുന്നുണ്ട്. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം എനിക്ക് ബാക്കി ചവിട്ടി കാര്യങ്ങളെല്ലാം പിന്നെ അലക്കി ആറിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം രാവിലത്തെ പണികൾ, തിരക്ക് പിടിച്ച പണികൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേവൂട്ടി തനക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് മാച്ചി എടുത്തുകൊണ്ട് തരുന്നതാണ്. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി. നമ്മളേതാ എറിയം വെള്ള ടൈൽസ് ആയതുകൊണ്ട് ഇപ്പം മൊത്തം വൃത്തികേടായി കിടക്കുവാണ്. ഈ റോഡിൻ്റെ പൊടി കൊണ്ട്, ഈ ചോന്ന മണ്ണില്ലേ അതിൻ്റെ പൊടി കൊണ്ട് ആകെ കുളമായി കിടക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ജിമ്മിൽ പോയി വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അന്ന്. ശനിയാഴ്ച ദിവസം നമുക്ക് ജിമ്മിൽ കാർഡിയോ ആണേ. അപ്പം അന്ന് നമ്മുടെ ട്രെയിനർ ലീവായിരുന്നു. അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് കാർഡിയോയെല്ലാം ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചിട്ട് ഇതാ ഓരോരാളും ഓരോ വശത്തായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കലാണ്. അപ്പം ഇപ്പോൾ ഭയങ്കര ചൂടുമല്ലേ, അതുകൊണ്ട് ഭയങ്കര ദാഹവും. നമ്മൾ വെള്ളമെല്ലാം കൊണ്ടുപോകും, എന്നാലും പെട്ടെന്ന് നമുക്ക് തോന്നി ഉപ്പിട്ട ഓരോ സോഡ കുടിച്ചാലോ എന്ന്. അങ്ങനെ നമ്മളിതാ നേരെ താഴെ വിളിച്ച് പറഞ്ഞിട്ട് താഴത്തെ പീടികയിലേട്ടൻ നമുക്ക് പിന്നെ സോഡയും ഉപ്പും എല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ജിമ്മിലിരുന്നിട്ട് പിന്നെ സോഡ കുടിക്കുവാണേ. നിങ്ങളാരെങ്കിലും ഇതുപോലെ ജിമ്മിലെല്ലാം ഇരുന്നിട്ട് സോഡയെല്ലാം ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോട്ടെ വേഗം. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ സോഡയെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞ് എല്ലാവരും ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം ആയിരിക്കെല്ലാം വേണ്ടേ ചോദിച്ചാൽ എണ്ണ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മളിതാ സോഡ കുടിച്ചുകൊണ്ടിരിക്കുവാണേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വേഗം ഒന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് ഇതാ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് വഴിയിലൊരു വീട്ടിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിനെ. അതുകൊണ്ട് ഞാനിന്ന് ഇപ്പുറത്തെ വഴിയാണ്, സ്ഥിരം പോകുന്ന വഴിയല്ല, വേറെ റൂട്ടിലേക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ അവിടെ പോയി പിന്നെ ഇല്ലത്താന്ന് കേട്ടോ. അമ്മ അവിടെ എന്തോ പായസം, അമ്പലത്തിൽ പായസം കഴിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ അത് എന്നോട് വരുമ്പോൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ്. എന്നിട്ടാകുമ്പം ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഓരോ പണികളെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ഇതാ അമ്മയും പിന്നെ നന്ദുവും അപ്പൂട്ടനും വന്നിട്ടുണ്ട് പയ്യന്നൂരിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ നന്ദു പയ്യന്നൂർ നിൽക്കാൻ പോയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നന്ദുവിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയും അപ്പൂട്ടനും കൂടെ വന്നതാണ്. നന്ദു ഇല്ലാത്തതുകൊണ്ട് ദേവൂട്ടിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു നന്ദുവിനെ വേഗം ഒന്ന് കൊണ്ടാക്ക്, ഇവള് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ നന്ദു മാല ഇടുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നന്ദുവിനെ വേഗം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ വരുമ്പം ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിനെ, പിന്നെ ബോൾ ഐസ്ക്രീമും അതേപോലെ കുൽഫിയില്ലേ അതുമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ആദ്യം ഇതാ ഒരു ബോൾ ഐസ്ക്രീം എടുത്തിട്ട് തിന്നുന്നുണ്ട്. ഡേവൂട്ടി കുൽഫിയാണ് വേണ്ടത് എന്നിട്ട് അതെടുത്തിട്ടുണ്ടേ. അപ്പം ഞാനിങ്ങനെ ഐസ്ക്രീം തിന്നത് നോക്കി നിൽക്കുവാണേ. അപ്പോൾ ആക്ക് രണ്ടും വേണം, ഓക്ക് കുൽഫിയും വേണം ബോൾ ഐസ്ക്രീമും വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് എല്ലാവരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കുമെന്ന് കുറേ ദിവസത്തെ വിശേഷങ്ങളെല്ലാം പറയാനുണ്ടല്ലോ. അങ്ങനെ വർത്താനം പറഞ്ഞ് എൻ്റെ ഒരു ബോൾ ഐസ്ക്രീം കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കുൽഫി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ അടിയാവും കേട്ടോ. എക്സ്ട്രാ ഐസ് വന്നു കഴിഞ്ഞാൽ അവിടെ അടിയാവും. അതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീമും തന്ന് പിന്നെ ഐസും തന്നു. നന്ദൂട്ടി ഇതാ ബോൾ ഐസ്ക്രീമാണ് തന്നെ, അപ്പോൾ പിന്നെ കുൽഫിയാണ് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അമ്മ വരുമ്പോൾ ഇതാ ഒരുപാട് ഐറ്റംസ്, അതെപ്പോഴും ഇല്ലതാണ്. അമ്മ വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി വരുന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടുവരും. ഇത് അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. മധുരക്കിഴങ്ങ്, പിന്നെ അതുപോലെ മമ്പയറില്ലേ അതും, പിന്നെ വേറെ കൊണ്ടുതന്നെ ചപ്പാത്തിയെല്ലാം കൊണ്ടു തന്നിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ മമ്പയറും മധുരക്കിഴങ്ങും എല്ലാം നമ്മളിതാ വീതം വെച്ചിട്ട് അപ്പുറം അമ്മേൻ്റെ അടുത്തേക്കും ഏട്ടത്തിമ്മേൻ്റെ അടുത്തേക്കും എല്ലാം കൊടുത്തേക്കുവാണ്. അങ്ങനെ അതെല്ലാം കൊടുത്തേച്ചു. എന്നിട്ട് നമ്മളിതാ ഉച്ചക്ക് ചോറുണ്ണാൻ നോക്കുമെന്ന്. ഞാനെന്നാണ് പരിപ്പും വെള്ളരിയും കറിയും പിന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് ആക്കിയിട്ടുണ്ടായിന്. പിന്നെ മോരുണ്ടായിന്. അതിൻ്റെ അകത്ത് അമ്മ ഉള്ളിയും നല്ല കാന്താരിയെല്ലാം ഉടച്ചിട്ട് ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഇതൊരു കാന്താരി ചമ്മന്തി ആക്കിയിട്ടുണ്ടായിന്.
അങ്ങനെ ആ ചോറെല്ലാം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനില്ലേ പിന്നെ എൻ്റെ ചവിട്ടികളെല്ലാം അലക്കിയിട്ടു. ബെഡ്ഷീറ്റെല്ലാം മടക്കി വെച്ചിട്ടാകുമ്പോൾ പിന്നെ ചവിട്ടിയെല്ലാം അലക്കിയാടെ ആറിയിട്ടു. എന്നിട്ടാകുമ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിടക്കലാണ് കേട്ടോ. ഭയങ്കര ചൂട്. അപ്പോൾ സമയം ഇപ്പം 3 മണി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഏകദേശം പണികളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം തുടക്കലും കാര്യങ്ങളെല്ലാം അതിനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച തിങ്കളാഴ്ച നല്ല മാലയിടുന്നത്, അപ്പം ഞായറാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി ഏകദേശം ക്ലീനിങ്ങും കാര്യമെല്ലാം ഞാൻ ഇന്നലെ രാത്രി എല്ലാം വീട് ഫുൾ ക്ലീനിങ് മൊത്തം ഇന്നലെ രാത്രി ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ബെഡ്ഷീറ്റ് കാര്യങ്ങൾ പിന്നെ ചവിട്ടി സംഭവങ്ങളെല്ലാം ഇപ്പം അലക്കിയിട്ട് അതുകൊണ്ട് ആ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഒന്നും കൂടെ ഒന്ന് അടിച്ച് തുടക്കൽ മാത്രമേ ഇല്ല കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. വിളക്ക് തുടക്കണം, വിളക്ക് തുടച്ച് ആടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കാലുവേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ജിമ്മിൽ പോയിട്ട് കാർഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കാലുവേദന വന്നതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ ബാക്കി വർക്കൗട്ടെല്ലാം ചെയ്തിട്ട് വരലാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാർഡിയോ ചെയ്ത് ജസ്റ്റ് ഒന്നൊരു തുള്ളുന്ന സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുള്ളിയ സമയത്ത് കാലുവേദന ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വേദനയാണ്. നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല, ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് പിന്നെ എണീറ്റ് നടക്കാനാവുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര വേദന പറഞ്ഞാൽ ഭയങ്കര, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ, അത്രയ്ക്ക് വേദനയാണ്. അതുകൊണ്ട് ചില ദിവസം ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോലും ഇങ്ങനെ എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇടയിടെങ്കിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചോറുണ്ണാൻ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഈ വേദന സഹിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഓരോ പ്രാവശ്യം എണീക്കുമ്പോൾ ഈ വേദന സഹിക്കണ്ടേ, ഇരുന്നിട്ട് എണീക്കുമ്പോൾ കിടന്നിട്ട് എണീക്കുമ്പോൾ എല്ലാം വേദന തന്നെയാണ് കേട്ടോ. അപ്പോൾ മടമ്പിൻ്റെ ഉള്ളിൽ നീരാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തന്നാലെ കുറയുന്ന പറഞ്ഞിനി. അപ്പോൾ എത്ര നാളെ ഇങ്ങനെ സഹിക്കേണ്ടി വരുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, വെയ്യ കാണാം. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇതാ ഞാനും അമ്മയും എൻ്റെ കുഞ്ഞി പച്ചക്കറിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ ചീര, കുറച്ച് പച്ചച്ചീര ഉണ്ടായിനെ, അങ്ങനെ അമ്മക്കും പിള്ളേർക്കും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചീരയെല്ലാം പൊരിച്ചു. ബാക്കി ഇതാ വാഴക്കും എല്ലാം വെള്ളമാക്കി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിനെ, ഈ കുഞ്ഞു മാങ്ങയില്ലേ അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിയതും പൊട്ടാത്തതും മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ പൊട്ടാത്ത നല്ല ഫ്രഷ് മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു വലിയ കുപ്പീൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ നല്ല കാന്താരി മുളക് ഇട്ടിട്ട് നല്ല വെള്ളമില്ലേ ചൂടുവെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അത് തണിഞ്ഞതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുത്താൽ നല്ല സൂപ്പറായിരിക്കും. ഈ ഒരു മാങ്ങ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ പറ്റും. പിന്നെ കുറച്ച് മാങ്ങ ഞാനൊരു ചെറിയ കുപ്പിയിലിട്ടിട്ട് അമ്മക്കും വെച്ചിട്ടുണ്ടായിനെ, അമ്മക്ക് അങ്ങേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിൽ പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിലെത്തിയിട്ടാകുമ്പം അതിൻ്റെ അകത്ത് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചോ. ഇനി വെള്ളം ഒഴിക്കാണ്ട് വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ മാങ്ങയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ടാകുമ്പം കുറേ നാൾ കഴിയുമ്പം അതിൽ നല്ല വെള്ളമെല്ലാം വരുവേ, അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉണ്ടമുളക് ഇങ്ങനെ കുത്തി കുത്തി താത്തിടുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അതിൻ്റെ എരിവും കൂടി ആകുമ്പം. അപ്പോൾ ഇതിട്ടിട്ട് ഇപ്പോൾ 1 മാസത്തിലധികം ആയിട്ടാ ഞാൻ ഇട്ട് വെച്ചിട്ട്, പക്ഷേ ഇതുവരെയായിട്ട് ഞാനത് എടുത്തിട്ടില്ല. ഇനിയപ്പോൾ ഒന്ന് എടുത്ത് നോക്കണം. എനിക്ക് നല്ലോണം ഇങ്ങനെ അലിയുന്നൊരു ടൈപ്പ് ആവൂലേ, നമുക്കിങ്ങനെ നല്ല മുളകും എല്ലാം കൂടെ ഉടച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാവുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ അതെല്ലാം അവിടെ ആക്കി അപ്പോഴത്തേക്ക് ഇതാ ചായ വെച്ചു. കട്ടൻ ചായയാണ് എപ്പോഴും വെക്കൽ, പിന്നെ അമ്മ വരുന്നതുകൊണ്ട് പാൽ വാങ്ങിയിട്ടുണ്ടായിന്, അതുകൊണ്ട് പാൽ ചായ വെച്ചു. പിന്നെ നമ്മളെ ചക്കരക്കേങ്ങില്ലേ അതും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുക്കറിൻ്റെ അകത്താണ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഒരു വിസിൽ അധികം അടിച്ചു പോയി. ശരിക്കും കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല, നമ്മളല്ലാണ്ട് തന്നെ ഒരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. ഞാൻ പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ കൊണ്ടുവന്ന ചീരയെല്ലാം കഴുകി ആടെ വെള്ളം പാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ കുക്കറിലെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് ആ ചക്കരയ്ക്ക് ഇങ്ങനെ ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം അങ്ങ് നമുക്ക് വാർന്ന് കിട്ടും. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ അടിയിൽ കണ്ടിനാ മൊത്തം ഇങ്ങനെ ഉടഞ്ഞായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, നല്ലോണം ഉടഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ, ചില ആൾക്കാരില്ലേ ഈ ചക്കരക്ക് ഇങ്ങനെ തോലിങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടാണ് പുഴുങ്ങാനിടുക. പക്ഷെ നമ്മൾ നല്ലോണം കഴുകിയിട്ട് അങ്ങനെ തന്നെ ഇടുകയെന്ന് കേട്ടോ ചെയ്യുക. അതാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോലിങ്ങനെ കളയാൻ കിട്ടും.
അങ്ങനെ പിന്നെ ചായയും വെച്ച് നമ്മളെ ചക്കര കിഴങ്ങും പിന്നെ ഉച്ചയ്ക്ക് ഞാനൊരു കാന്താരി ചമ്മന്തി കാണിച്ചു തന്നിട്ടില്ലേ അമ്മയാക്കിയത്. അപ്പോൾ അന്നേരം ആക്കിയ സമയത്ത് ഞാൻ അമ്മേനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എരിവാണ്, അമ്മ എന്തിനാ ഇത്രപ്പാട് ആക്കിയെന്നും പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ ഈ ചക്കരക്കിഴങ്ങിൻ്റെ കൂടി ഇല്ലേ അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ ചക്കരക്കിഴങ്ങിന് മധുരം ഉണ്ടെങ്കിലും ഈ കാന്താരി ചമ്മന്തിയും കൂട്ടി തിന്നാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് അടിയായിരുന്നു ആ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും പിന്നെ എല്ലാവരും ആ ചമ്മന്തിയും കൂട്ടിയിട്ട് ചക്കരക്കിഴങ്ങെല്ലാം കഴിച്ചു. അപ്പുറത്തുനിന്ന് അമ്മേനെയും വിളിച്ചിട്ട് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ചക്കരക്കിഴങ്ങെല്ലാം കഴിച്ച് ചൂടോടെ തന്നെ നല്ല ചമ്മന്തിയെല്ലാം കൂട്ടി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാത്തവർ കഴിച്ചു നോക്കണം. ഇത് നല്ല ആ ഉണ്ട മുളകുമാണ്. ആ ഉണ്ട മുളകും ഉള്ളിയും കൂടെ ചതച്ചിട്ട് അതിൽ ഉപ്പൂട്ട് പിന്നെ വെളിച്ചെണ്ണയും കൂടെ നനച്ചേരം നല്ല സൂപ്പർ അടിപൊളി കേട്ടോ. പക്ഷേ എന്നാ പറ്റിയേ അത്രയും ഉണ്ടായിട്ടുള്ളൂ അതന്നെ. അങ്ങനെ പിന്നെ ആ ചായയെല്ലാം കുടിച്ചു. വേറെ പിന്നെ പ്രത്യേകിച്ച് അന്ന് പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം പരിപാടികളെല്ലാം നേരത്തെ കാലത്തെ തീർത്ത് വെച്ചിട്ടുണ്ടായിനി. വൈകുന്നേരം പിന്നെ അങ്ങനെ കാര്യമായ പരിപാടിയൊന്നുമില്ല. ദേവൂട്ടിയും കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. എരിവാണെങ്കിലും ദേവൂട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രതിയാട്ടം വന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ ഓർമ്മയില്ല. എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറന്നു പോകും. പിന്നെ പ്രതിയാട്ടം വരുമ്പോൾ മീനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ അതിൻ്റെ പിറകെയായി അയില കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പം നല്ല അയിലക്കറി വെച്ചു. പിന്നെ പരിപ്പ് കറിയുണ്ട്, പിന്നെന്താ സാമ്പാറുണ്ട്, അമ്മ കൊണ്ട് തന്നെയാണ് സാമ്പാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറിച്ചിട്ടില്ലേ ചീര അത് വറവാക്കിയിട്ടുണ്ടായിന്. പിന്നെ അയില തന്നെയാന്ന് തോന്നുന്നു, അയില വറുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു അന്ന് രാത്രിക്കത്തെ സ്പെഷ്യൽ. അങ്ങനെ ചോറുണ്ടലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോറെല്ലാം കഴിച്ചത്, ചപ്പാത്തിയാണ് കഴിച്ചത്. ചപ്പാത്തി മീൻകറിയും കഴിച്ചു, പാത്രമെല്ലാം കഴുകി വെച്ചു. അമ്മയില്ലതുകൊണ്ട് എല്ലാത്തിനും കുറേ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് പണികൾ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരത്തെ മാങ്ങ ഉപ്പൂട്ട് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനുള്ള വെള്ളം ഞാനിവിടെ ചൂടാക്കി തിളപ്പിച്ചിട്ട് തണിച്ച് വെച്ചിട്ടുണ്ട്, അതൊഴിക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളേ ഉള്ളൂ. ഹൃദയായിട്ടൻ അയിലേൻ്റെ അപ്പുറം പിന്നെ പുയ്യാപ്പിള മീനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുഞ്ഞി മോരോട്ട് വെക്കാൻ പറ്റുന്ന പുയ്യാപ്പിള മീനാണേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോര് തൊട്ട് വെക്കാമെന്ന് വിചാരിച്ച്. മോരുണ്ടായിനെ, അപ്പോൾ ആ കുപ്പീൻ്റെ അകത്ത് തന്നെ ഞാൻ കുറച്ച് പാല് കാച്ചി വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നാളെ പുയ്യാപ്പിള മോരുവട്ട കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാങ്ങയിൽ ഇതാ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൊട്ടിയതും പൊട്ടാത്തയും ഉണ്ടായിന്. അപ്പോൾ ആ പൊട്ടിയ മാങ്ങയെല്ലാം ഞാൻ ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. ഞാനല്ല, അമ്മയാണ് മുറിച്ചതിന്. അതൊരു കുപ്പീൻ്റെ അകത്തിട്ടു. പിന്നെ നല്ല പൊട്ടാത്ത മാങ്ങയിൽ ഈ കുപ്പിയിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് മാറ്റി വെക്കും. ഇത് പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുറിച്ചിട്ട മാങ്ങ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.